ഇന്ന് ഓശാന ഞായറാണ്. വിശ്വാസികളെല്ലാവരും തന്നെ പള്ളിയിലേക്ക് പോകുന്ന ഒരു തിരക്കിലായിരിക്കും. അവിടെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകൾ നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്തെ കാഴ്ചകളാണ്. നിർഭനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിർഭൻ, എന്ത് ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഇതെവിടെയാണ് സ്ഥലം? കീർത്തി, ഇത് പാളയം ലത്തീൻ പള്ളിയുടെ ഓശാന പെരുന്നാളിന്റെ, പ്രത്യേകിച്ച് ഈ പറയുന്ന കുരുത്തോല പെരുന്നാളിന്റെ പള്ളി അങ്കണം ചുറ്റിയുള്ള പ്രദക്ഷിണമാണ്. ഈ പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് രാവിലത്തെ പ്രഭാത കുർബാനയും പ്രാർത്ഥനയിലേക്ക് കടക്കും. ലോകത്താകമാനമുള്ള ഈ ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാരമാണ്. ഇന്ന് ഈസ്റ്റർ മുൻപുള്ള ആഴ്ചയിലെ ഓശാന ഞായറാണ്. ഇത് ലോകത്തെല്ലായിടത്തും ഈ കുരുത്തോല പെരുന്നാളായിട്ടാണ് ആചരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ കുരുത്തോലയാണെങ്കിൽ അടുത്ത് ഒലിവ് ഇലയൊക്കെ ആയിരിക്കും. ഇത് ഏറ്റവും ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ആ ആഴ്ച ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്ത് യേശുക്രിസ്തു നേരിട്ട് എത്തി ജനങ്ങളെ കണ്ടു എന്ന് പറയുന്ന ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുരുത്തോല പെരുന്നാൾ. അന്ന് കുരുത്തോലയും ഒലിവിലകളും വച്ച് യേശുക്രിസ്തുവിനെ വിശ്വാസികൾ സ്വീകരിച്ചു എന്നതാണ്. അതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ കുരുത്തോല പെരുന്നാൾ എന്ന് പറയുന്നത്. ഇന്നു മുതൽ ദുഃഖവെള്ളി, ഈസ്റ്റർ വരെയുള്ള ഈ വാരം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ലത്തീൻ പള്ളിയിൽ നടക്കുന്ന കുരുത്തോല പെരുന്നാളിന്റെ പ്രദക്ഷിണമാണ്. പള്ളി അങ്കണത്തിലേക്ക് എത്തി പ്രദക്ഷിണം ചെയ്ത് പ്രഭാത കുർബാനയിലേക്ക് കടക്കും. സംസ്ഥാനത്ത് വിവിധ പള്ളികളിൽ സമാനമായ കുരുത്തോല പെരുന്നാളിന്റെ ഘോഷയാത്രയും സമാനമായ പ്രാർത്ഥനാ ചടങ്ങുകളുമുണ്ട്. രാവിലെ തന്നെ പള്ളികളിൽ ഇതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവനന്തപുരത്താണ് എങ്കിൽ ബിഷപ്പ് തന്നെ നേരിട്ട് സഭാവിശ്വാസികളെ ഈ കുർബാന ചടങ്ങിൽ നേരിട്ട് അഭിമുഖീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായും ശരി, നിർഭനാണ് വിവരങ്ങൾ നൽകുന്നത്. ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ച് കഴിഞ്ഞു. വിശുദ്ധ വാരത്തിന് തുടക്കമായിരിക്കുകയാണ് ഇന്നത്തെ ഓശാന ഞായറോടുകൂടി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ കുരുത്തോലയുമായി വിശ്വാസികൾ പള്ളിയിലേക്ക് പോവുകയാണ്.